ഹായ് ഗായ്സ്, ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ്റെ അടിപൊളി ഫീച്ചറുകളാണ്. സ്മാർട്ട് ഫോൺ കൈവശമുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്, അല്ലേ? എന്നാൽ വാട്സാപ്പിനേക്കാൾ ഏറ്റവും മികച്ച ഫീച്ചറുകളുള്ള വേറൊരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. വാട്സാപ്പ് വഴി നിങ്ങൾക്ക് പരമാവധി 100 MBയിൽ കൂടുതലുള്ള ഒരു PDF ഫയൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ടെലിഗ്രാമിനകത്ത് നിങ്ങൾക്ക് 1.5 GB 1.5 GB വരെയുള്ള ഫയലുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വാട്സാപ്പിൽ പരമാവധി നമുക്ക് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 256 എന്നാൽ ടെലിഗ്രാമിൽ അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് 2 ലക്ഷം ആൾക്കാരെ വരെ ആഡ് ചെയ്യാൻ പറ്റും. ടെലിഗ്രാം എന്നത് ക്ലൗഡ് ബേസ്ഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും നിങ്ങളുടെ ഫോണിലല്ല സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ടെലിഗ്രാം കമ്പനിയുടെ ഡേറ്റാ സെൻറ്ററിലുള്ള സെർവറുകളിലാണ് ഈ മെസ്സേജുകളൊക്കെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് വാട്സാപ്പിൻ്റെ മെസ്സേജുകളെല്ലാം സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫോൺ മെമ്മറിയിലാണ്. നമ്മൾ ഫോൺ മാറ്റുന്ന സമയത്ത് വാട്സാപ്പിൻ്റെ ബാക്കപ്പ് എടുത്തിട്ട് പിന്നീട് വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വാട്സാപ്പിൻ്റെ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യുമ്പോഴാണ് നമുക്ക് മെസ്സേജുകൾ കണ്ടു തുടങ്ങുന്നത്. എന്നാൽ ടെലിഗ്രാമിൽ നമ്മൾ ഈ ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഫോൺ മാറ്റുകയോ അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ നമുക്ക് പഴയ ഫോണിലുണ്ടായിരുന്ന എല്ലാ മെസ്സേജുകളും പുതിയ ഫോണിലും കാണാവുന്നതാണ്. പുതിയൊരാൾക്ക് നിങ്ങളുമായി വാട്സാപ്പ് വഴി എന്തെങ്കിലും മെസ്സേജുകൾ കൈമാറണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പുള്ളിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് യൂസർ നെയിം കൊടുക്കുന്നത് വഴി മൊബൈൽ ഫോൺ കൊടുക്കുന്നത് ഒഴിവാക്കാൻ ഉള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ നമ്പർ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. ഒരു മൊബൈൽ ഫോൺ നമ്പറിലുള്ള വാട്സാപ്പ് നമ്മുടെ ഒരു ഫോണിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ അതിൻ്റെ വെബ് വേർഷനായ web.whatsapp.com നമുക്ക് ഒരു PC-യിൽ തുറക്കാൻ പറ്റും. എന്നാൽ ടെലിഗ്രാം ആകട്ടെ നിങ്ങൾക്ക് പല ഡിവൈസുകളിലും ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ചാർജ് തീർന്നു എന്ന് കരുതുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അബദ്ധത്തിൽ നമ്മൾ വാട്സാപ്പ് വഴി ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഡിലീറ്റ് ചെയ്താലും യു ഡിലീറ്റഡ് ദിസ് മെസ്സേജ് എന്ന ഒരു സ്റ്റാമ്പ് അദ്ദേഹത്തിന് കാണാൻ പറ്റും. പക്ഷേ ടെലിഗ്രാമിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നിങ്ങൾ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത വിധം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സമയപരിധികളൊന്നുമില്ല ടെലിഗ്രാമിൽ. നിങ്ങൾ അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സാപ്പിൽ ഇല്ല. എന്നാൽ ടെലിഗ്രാമിൽ നിങ്ങൾ അയച്ച മെസ്സേജിനെ നിങ്ങൾക്ക് ആ മെസ്സേജിൽ പ്രസ് ചെയ്ത് പിടിച്ച് എഡിറ്റ് ഓപ്ഷനിൽ പോയി വീണ്ടും എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈവശം 2 മൊബൈൽ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വാട്സാപ്പ് 2 നമ്പറിലും ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ 2 വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡുവൽ സ്പേസ് പോലുള്ള അല്ലെങ്കിൽ പാരലൽ സ്പേസ് പോലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ ഡുവൽ ആപ്സ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണുകളായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് 2 മൊബൈൽ നമ്പർ വെച്ച് ടെലിഗ്രാം ഉപയോഗിക്കണമെങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പോയി നിങ്ങൾ വീണ്ടും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിലേക്ക് ഒരു SMS OTP പാസ്വേഡ് വരും. ആ OTP പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ 2ാമത്തെ അക്കൗണ്ടും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ടിലോട്ട് ഓപ്പൺ ആവും. ഇവിടെ 2 അക്കൗണ്ടും നിങ്ങൾക്ക് കാണാനുള്ള സംവിധാനമുണ്ട്. 2 മൊബൈൽ നമ്പർ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ തന്നെ പല നമ്പറുകളും ഇതിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. വാട്സാപ്പിൽ ഗ്രൂപ്പുകൾ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ചാനലുകളും ക്രിയേറ്റ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് പല
ചാനലുകളിലും ജോയിൻ ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് ഞാൻ പുതുതായി ക്രിയേറ്റ് ചെയ്ത ഇല്യാസ് എന്ന അക്കൗണ്ട് വെച്ച് ഞാൻ ക്വിൻറ്റ് എന്ന ചാനൽ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ക്വിൻറ്റിൻ്റെ ചാനൽ ഇവിടെ കാണാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാനും പറ്റും. ഇനി ക്വിൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും നമുക്ക് ചാനലിൽ ജോയിൻ ചെയ്യും വഴി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ചാനലും ഗ്രൂപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ പബ്ലിക്കായി ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് താഴെ കാണുന്ന ഈ ലിങ്ക് അയച്ചു കൊടുത്താലേ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിൽ നിങ്ങൾക്ക് t.me/ഇതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ചാനലിന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്വിൻറ്റ് പോലുള്ള ചാനലുകൾ സെർച്ച് ചെയ്തെടുക്കുന്നത് പോലെ ഈ ചാനലും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അവസാനമായി ടെലിഗ്രാമിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറായ സീക്രട്ട് ചാറ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ആർക്കെങ്കിലും നമുക്ക് പ്രൈവറ്റായി ഒരു മെസ്സേജ് അയക്കുന്നത്, പുള്ളി സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡോ ചെയ്യാത്ത വിധം നമുക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ സീക്രട്ട് ചാറ്റ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് ഒരു മെസ്സേജ് അയക്കാം. ഇതിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ടൈമർ വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ അയച്ച ഒരു മെസ്സേജ് എത്ര സെക്കൻഡോ അല്ല എത്ര മിനിറ്റോ എത്ര മണിക്കൂറോ കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ഒരു 3 സെക്കൻഡ് സെൽഫ് ഡിസ്ട്രക്ട് ടൈമർ സെറ്റ് ചെയ്ത് ഒരു ഹായ് മെസ്സേജ് അയക്കുന്നു. ഇത് റിസീവ് ചെയ്യുന്ന വ്യക്തി ഈ മെസ്സേജ് വായിച്ചതിന് ശേഷം 3 സെക്കൻഡ് കഴിയുമ്പോൾ പുള്ളിയുടെ മെസ്സേജ് ഡിലീറ്റ് ആയി പോകണം. ഞാൻ എൻ്റെ തന്നെ അക്കൗണ്ടിലേക്ക് അയച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോണിൽ തന്നെ കാണാൻ പറ്റും. പുള്ളിക്ക് ഇത് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.